സോ ഹലോ ഗൈസ്, എല്ലാം നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് അവിടെ ഇത്തിരി കൂടി ഗ്രാസ് വരാണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വില്ലേജ് ബ്രീഡർ ഇത്തിരി കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട ഒരു 6 വില്ലേജേഴ്സ് അവിടെ ഞാൻ കൊടുന്ന് ഇത്തിരി 3 വില്ലേജേഴ്സിനെ മറ്റേ വില്ലേജിൽ നിന്നും പിന്നെ 3 അവർ ബ്രീഡായിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് നേരെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോ കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് നമ്മുടെ ഇത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വില്ലേജ് ബ്രീഡർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ വില്ലേജ് ബ്രീഡർ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് അറിയാം, ഇത് ഇവിടെ 2 വില്ലേജേഴ്സ്, പിന്നെ അവിടെ ഒരു വില്ലേജർ, പിന്നെ നമ്മുടെ തത്തമ്മ പെണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ പോയി എടുത്താണ്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ വില്ലേജ് ബ്രീഡറൊക്കെ സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരാൾ മിസ്സിംഗ് ഉണ്ടല്ലോ, എന്നിട്ടാണ് ഞാൻ എടുത്തു തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഈ 3 വില്ലേജേഴ്സ്, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു 3 ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഒന്നിപ്പോഴും ചെറുതാണ്, അതിന് നമുക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് വലുതാവണം. 3 ആവണുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ക്യാരറ്റ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരിപ്പോഴും നൈറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇവരിപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് ഇതെന്താന്ന് അറിയണവർ ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ കുറെ നോക്കണു, പക്ഷെ ഇവര് അവിടെ വന്ന് ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുക ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിട്ട്. ഈ ബെഡ് കളഞ്ഞാലോ? ഇതിപ്പോ നോർമലായി. ഇത് ഞാൻ വെച്ച എന്താ, അപ്പൊ ഈ ബെഡിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. എന്താ തേങ്ങ? ഓക്കെ, എന്തായാലും അവിടെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ എന്തിന്റെ പരിപാടി തുടങ്ങാം. നമുക്ക് നമ്മുടെ എവിടെ പോയി, നമുക്ക് നമ്മുടെ അയൺ ഫാമിന്റെ പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അതുവരെ ഒന്ന് ഓടി എത്തട്ടെ. നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ട് കളിച്ചാൽ ഇതിപ്പോൾ 2 ലാൻഡ് പോലെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയിട്ട് ഒരു 9x9 കുഴിക്കണം. ഓക്കെ, നമ്മൾ കെയിനെ മറ്റേ മിന്നലം സി അങ്ങനെ എന്താണ് അതിൻ്റെ പേരുണ്ടാകുന്നത്. എൻ്റെ കെയിനെ വീടുണ്ടാക്കിയ സെയിം അയൺ ഫാമാണ് ഉണ്ടാക്കണം. ഓക്കെ, അതെനിക്ക് അറിയില്ല കേട്ടോ, ഈ വേർഷനിൽ വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. വർക്കായ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടും എല്ലാം കൂടി എടുത്തിട്ട് ഒന്നുകൂടി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് അത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീപ്ലേ മോഡ് ഞാൻ മിക്കവാറും ഇട്ടുണ്ടാകും. സോ ഓക്കെ, ഇതിൻ്റെ റീപ്ലേ മോഡ് ഫുൾ ഉണ്ടാക്കണതിൻ്റെ ഒരു ഇത് ഞാൻ ഇടാം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് അത് ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ചാമ്പർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാൻ റീപ്ലേ മോഡ് ഇട്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇട്ടാണ്ടിരുന്നത് വെച്ചാൽ ഈ തെണ്ടി വില്ലേജസ് കാരണം ഇവരുടെ ഒപ്പം പണിയെടുക്കാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവര് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് ഓടിപ്പോവും, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഓടിപ്പോവും. അങ്ങനത്തെ ഒരുമാതിരി കിട്ടും ഞാൻ ആദ്യം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ചാമ്പറിന്റെ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ വില്ലേജസ് ഒരുമാതിരി എന്താ ലൈക്ക് എനിക്ക് തല വെനിച്ച് ഞാൻ ലാസ്റ്റ് ലാപ്പ് എടുത്ത് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ റീപ്ലേ മോഡ് ഇടാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇട്ടായിരുന്നു. ഈ സോംബി പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ പണ്ടൊക്കെ സോംബികളായിരുന്നു കുറ്റം. ഇതിപ്പോ ഇവന്മാര് പിന്നെയും കുഴപ്പമില്ല, അടിക്കലടാ. ഓക്കെ, ഇവന്മാര് മിക്കവാറും ഈ ഫാം അറിയണമൊക്കെ അറിയാം. ഈ ബ്ലോക്കിന്റെ അടിയിൽ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാവരും. ഓക്കെ, ആ ട്രാപ്പ് ഡോർ വെച്ചാൽ ഒന്നെങ്കിൽ 2 പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, പിന്നെ ഒരാൾ മാത്രം അവിടെ അങ്ങോട്ടാണ്ട് നിൽക്കും പേടിക്കാണ്ട്, വല്ല ഇതുപോലെ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ആ ട്രാപ്പ് ഡോറിന്റെ ഉള്ളോടെ ഇവിടെ വന്നിട്ട് ഇതപ്പൻ്റെ ബോട്ടിന്റെ പിന്നിൽ കയറി നിന്നിട്ട് അങ്ങോട്ട് ചാവും ചെയ്യും. അങ്ങനെ തലേന്ന് ലാസ്റ്റ് ഞാൻ എൻ്റെ ബുദ്ധി ഫുള്ള് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ പിന്നെ കറക്റ്റ് എല്ലാവരും ഓടിക്കളിക്കുക, എല്ലാം പേടിച്ച് ഓടണമുണ്ട്. അങ്ങനെ നമ്മുടെ അയൺ ഫാം വർക്ക് അടിക്കല്ലേ. ഓക്കെ, അയൺ ഫാം വർക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് ആ ഡ്രോപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ലൈക്ക് ഞാനിതാ ഒറ്റ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഞാൻ ഒന്നെങ്കിൽ ഈ സൈഡ് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ലൈക്ക് 2 കോർണറായിട്ട് ഉണ്ടാക്കി വെക്കാന്ന് ആദ്യം. ഇതപ്പം ഇപ്പോൾ ചാവുണ്ടാകെ. ഇനി ഇത് അടുത്ത് ഞാൻ ഇവിടെ ഉണ്ടാക്കാം. മനസ്സിലാ, ഇവിടെ ഉണ്ടാക്കണത് മാത്രം ഞാൻ ഒരു റീപ്ലേ കൂടെ ഉണ്ടാക്കി റീപ്ലേ കൂടെ ഇടാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡ്രോപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതാണ് സെറ്റപ്പ്. ഓക്കെ, കണ്ടോ, ഒരൊറ്റ
ഒറ്റ ചാമ്പർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഗെയിമിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. 10 മിനിറ്റ് ലൈക്ക് ഇത് റെഡി ആയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഫാം ഞാൻ പറയാം വില്ലേജസിൻ്റെ ഇത് റെഡി ആയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. 64 ഒരു സ്റ്റാക്ക് ഞാൻ വേണിച്ചാൽ എനിക്ക് വേണ്ട. എന്തായാലും മറ്റേ ഞാൻ എൻഡിങ്ങിൽ എന്തായാലും നമുക്ക് ഇതുണ്ടാക്കാം. എന്ത് നമ്മുടെ അതിൻ്റെ പേര് ഞാൻ മറന്നു. ഓക്കെ, ഫുൾ അയൺ ആർമർ എന്തായാലും ഞാൻ ചാവട ഫുൾ അയൺ ആർമർ എന്തായാലും ഞാൻ ഇങ്ങോട്ട് പോടാ. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, എൻഡിങ്ങിൽ ഞാൻ എന്തായാലും അത് സെറ്റാക്കാം. ഇപ്പം എന്തായാലും പോയിട്ട് ഞാൻ അപ്പുറത്തെ ചാമ്പർ ഉണ്ടാക്കണേൽ ലൈക്ക് വില്ലേജേഴ്സ് നമ്മളായിട്ട് എന്താ നല്ലൊരു ഇതിലാണ് പോണെച്ചാൽ ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അടുത്ത ക്ലിപ്പൊക്കെ കാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്താ വില്ലേജേഴ്സ് നന്നായി പോവച്ചാൽ എന്തായാലും നമുക്ക് ഓക്കെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും റീപ്ലേ മോഡ് കണ്ടിട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അടുത്ത ചാമ്പർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ആ സോംബി കാണിച്ച പരിപാടി ലൈക്ക് ഞാൻ എന്താ ഇവിടെ പോയിട്ട് ഈ ട്രാപ്പ് ഡോർ അടിച്ചു. ആ റീപ്ലേ മോഡിയെ കണ്ടറിയാം. എന്നിട്ടും ആ തെണ്ടി സോംബി ചത്തു. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ഈ സോംബിയുടെ തല എന്തോ ഈ പുറത്ത് ഒരു പിക്സലോ അങ്ങനത്തെ ആയിട്ട് നിൽക്കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അറിയില്ല. എന്തായാലും ചത്തുണ്ട്. അപ്പം ഇനി അടുത്ത രാത്രി ആവണ വരെ കാത്തിക്കണം. ഓക്കെ, എന്നിട്ട് അടുത്ത സോംബിനെ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള വെച്ചാലാണ് ഇതാവുള്ളൂ. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചാമ്പർ വർക്കാവത്താണെന്ന് എനിക്ക് അറിയില്ല. നോക്കട്ടെ, ഒരു അടിപ്പോയി നോക്കാം. ലൈക്ക് അയൻകുളത്തിനെ കണ്ടിട്ട് ഞാൻ കുറേ അവിടെ വരുന്ന കാണാനില്ല. നോക്കട്ടെ. ഓക്കെ, അയൻകുളം വരുന്നില്ല. അവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഗെയിം ഞാൻ സേവ് അടിച്ച് വീണ്ടും കയറുമ്പോഴാണ് ഈ ഒരു പ്രശ്നം എന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് അവർ പേടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സോംബി എന്ന് പറയുന്നത് അവിടെ അയൻകുളം വരുന്നില്ല. അതാ സീൻ. നമുക്ക് വേണിച്ചപ്പോൾ ഒന്ന് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ അവർ ഓക്കെ ആവും. എന്നിട്ട് ഒന്നുകൂടി തുറന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ ഒരുത്ത നടുവിൽ മാത്രം പേടിക്കാണ്ടിരിക്കണം. ഇനി അതാണ് അതിൻ്റെ സീനെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അവൻ അടിക്കല്ല. ഓക്കെ, ഇനി അവനോട് ഒന്ന് ഓടാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഉറക്കാവും, ചിലപ്പോൾ ഉറക്കാവില്ല. അല്ലെങ്കിൽ അടുത്ത് വേറൊരു സോംബിനെ പിടിച്ച് ഇരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റ് ആവട്ടെ. നൈറ്റ് ആയിട്ട് നമുക്കൊരു സോംബിനെ കണ്ട് പിടിച്ചിടാം. ഓക്കെ, അപ്പോൾ നൈറ്റ് ആവണ വരെ നമുക്കിന്ന് കാത്തിക്കണം. രാവിലെ ആവണുള്ളൂ. ഈ നൈറ്റ് ആവും നിൽക്കി എപ്പോൾ നൈറ്റ് ആവുന്ന ഒരു ഇതില്ല. അല്ലെങ്കിൽ വല്ല ഹെൽമെറ്റ് ഇട്ട സോംബിനെ പിടിക്കണം. പക്ഷെ അതൊക്കെ ഭയങ്കര പാടാണ്, അത് കിട്ടാനേ വഴിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സോംബിനെ അവിടെ ഒരു സോംബിനെ അങ്ങനെ വെക്കാം. ലൈക്ക് 2 സോംബി വെക്കാം. ഇനിയിപ്പോൾ വല്ല സോംബിയുടെ സീനാണോ എന്ന് എനിക്കറിയില്ല. മറ്റേ ഓടാൻ തുടങ്ങിയോ നോക്കട്ടെ. ഓക്കെ, 3 പേര് ഓടാൻ തുടങ്ങിയിട്ടു. എന്തായാലും അവിടുത്തെ സോംബി അങ്ങനെ ചത്ത് നിൽക്കിപ്പോഴും അറിയില്ല. തേങ്ങ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം സെറ്റായി, ഇനി നേരെ പോയിട്ട് അയെടുക്കാന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെയും മൂഞ്ചിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ഞാൻ ഫസ്റ്റിനെ പോയിട്ട് നമുക്കൊരു
ഷൂ ഉണ്ടാക്കാം. ഷൂ അല്ല, ഇതിന്റെ പേരെന്താ? ബൂട്ട്. പിന്നെ ഒരു ആറ് കൊണ്ട് ഇപ്പം എന്താ ഉണ്ടാക്കാൻ പറ്റുക? ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഹെൽമെറ്റ് കൂടി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒരു 64 സ്റ്റാക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കാണിച്ച ഒരു നമുക്ക് തന്നെ ഫുള്ളും അയണാർമാറാവാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് ഈ 64 എടുക്കട്ടെ. ഓക്കെ, എല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കണ്ട, കാരണം ചിലപ്പോൾ ഞാൻ എവിടെയും പോയി ചത്ത ആകെ സീനാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഞാൻ ചെയ്യണം ഒരു എന്താ അതിന്റെ വരുത്ത ചെസ്റ്റ് പ്ലേറ്റും പിന്നെ നമുക്കൊരു പാൻറ്റും ഉണ്ടാക്കാം. ഓക്കെ, ലെഗിൻസും ഉണ്ടാക്കാം. പിന്നെ ഇത് രണ്ടും ഇടാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഫുൾ അയണാർമർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി രാത്രിയാണ് അവരൊന്ന് കാത്തിക്കട്ടെ. നമുക്ക് സോമിനെ പിടിക്കാം. സോമിനെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കി എന്താ വെച്ചാൽ നോക്കാം. ഓക്കെ, ഉച്ചയായിട്ടുള്ളൂ, ഇനി രാത്രിയാണ് വരെ ഇവിടെ നോക്കിക്കാം. ഓക്കെ, എന്നാ നമുക്ക് ഈ സോമിനോട് മാറ്റാം. ലൈക്ക് ഈ സോമിനോട് മാറ്റാം. ലൈക്ക് ഇവർ ഒന്നുകൂടിയും സെറ്റായി പേടിച്ചാലും റെഡി ആവുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് രാത്രി ആവട്ടെ, രാത്രിയായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഒന്ന് പെട്ടെന്നൊന്ന് രാത്രിയാവട്ടെ, രാത്രിയായിട്ട് വരാം. ഓക്കെ, അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഇതൊന്നും ഇപ്പൊ കാണിക്കണം. ഓക്കെ, എന്തായാലും അവിടെ നമുക്ക് എന്തായാലും പോയിട്ട് ഒരു സോമിനെ പിടിക്കാം. ഓക്കെ, ഇനിയിപ്പോ ആവശ്യമുള്ള ടൈമിൽ ഒരു സോമിനെ കാണില്ല. ഇനിയിപ്പോ ഉള്ളത് ഫുള്ള് ക്രീപ്പറാവും. എന്തായാലും നോക്കി നോക്കാം, എവിടെയെങ്കിലും കാണിച്ചാൽ നമുക്ക് പോയിട്ട് പിടിക്കാം. ഓക്കെ, സോംബി എന്തായാലും സോംബിനെ ഓക്കെ സോംബി ഇപ്പൊ എന്തായാലും നമ്മുടെ വില്ലേജ് ബ്രീഡർ പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇപ്പോ. ലൈക്ക് ചെക്കന്മാരൊക്കെ നല്ല പണി എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് മെസ്സാണ്. ഇതിപ്പനൊക്കെ പുറത്തിറങ്ങിയേക്കണേ ഉള്ളിൽ പോടാ. ഞാൻ എന്താ കാട്ടറ? ഉള്ളിൽ പോടാ, ഉള്ളിൽ പോടാ, ഉള്ളിൽ പോടാ. എന്നാ അവിടെ നിന്നോ. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ അവിടെ നമുക്ക് ഒരു സോംബിനെ കാണാം കേട്ടോ. ഇനി സോംബി അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ ജീവിയും ഇവിടെ ഉണ്ടാവും. 2 ക്രീപ്പർ, 2 ഇത്, 3 സ്കെൽട്ടൻ. ഓക്കെ, ഒരു ഗോൾഡ്. ഓക്കെ, അപ്പൊ ഒരു ഫുൾ ആർമർ ആയിട്ടുള്ള നമുക്കൊരു സോംബിനെ കിട്ടിയിട്ട് അവനെ എടുക്കാം. വേമ്പോട്ടെ. ഓക്കെ, അതെവിടെ ആദ്യം നമുക്ക് ഈ സോംബിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. വായ ഒപ്പം വാ, ഒപ്പം വാ, വേം വാ. പെട്ടെന്ന് വാടാവന്മാര് വരണായിട്ടുണ്ട്. ഉള്ളിൽ കയറി. ഓക്കെ, കുടിച്ചോ. ഓക്കെ, ഇനി മറ്റവനെ നമുക്ക് അപ്പുറത്ത് കയറ്റണം. അതിനായിട്ട് പോയി സ്കെൽട്ടൻ. ഇതെന്തപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അയ്യാ എന്നാ. ഓക്കെ, വേവാ വേവാ വേവാ. ഉള്ളിൽ കയറ്, ഉള്ളിൽ കയറ്, വേവാ, ഉള്ളിൽ കയറ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഓക്കെ, സെറ്റായി. നമുക്ക് ഇനി ഫുഡ് കഴിക്കട്ടെ. അമ്മമാര് വരുന്നുണ്ട്. മിക്കവാറും ഇപ്പൊ തന്നെ ഒരു വരേണ്ടതാണ്. വന്നില്ലെങ്കിൽ എന്തായാലും നമുക്ക് പോയിട്ട് ആദ്യം തന്നെ കടന്നുറങ്ങാം. ഇവിടെ ഉറങ്ങിയപ്പോ രാവിലെ നീക്കുമ്പോഴേക്ക് ഞാൻ പൊട്ടിത്തെറിച്ച് വല്ല ഇതാവും. ഓക്കെ, നമുക്ക് ഇത്തിരി മാറിപ്പോയിട്ട് ഉറങ്ങാം. എന്തായാലും നമുക്ക് ഇവിടെ ഉറങ്ങാം. ഓക്കെ, രാവിലെ എല്ലാവരും കത്തിപ്പോയിക്കോളും, കുഴപ്പമില്ല. ഇനി ബെഡ് ഇടുക. എന്ത് അതാ അതാ വീണ്ടും ബ്രോ, വാട്ട് ഈസ് ദിസ്? ഇതാ വീണ്ടും അവൻ ചാവണു. തേങ്ങ ഇതെന്താ അവന്മാരെ അടി പോവാത്തെ? അടിപ്പോടാ. ക്രീപ്പർ ആയിട്ട് ഇടയ്ക്ക് തേങ്ങ ആയോ. ഓക്കെ, അപ്പുറത്തെ സൈഡ് ഓക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ആയങ്കോളം വരുന്നുണ്ട്. ഇപ്പടെയാണ് വീണ്ടും മൂഞ്ച് ചെയ്ത് ഇടുക. പൊട്ട് പൊട്ട് വേം പൊട്ട്. ഓക്കെ, അയൺ ആർമർ ആയതുകൊണ്ട് വലിയ ഡാമേജ് കൊടുത്തില്ല. ഇതാ വീണ്ടും ഇവന്മാര് മൂഞ്ചില്ലേ. ഓക്കെ, സെറ്റ്, അടിപൊളി. ഇതെന്തൊക്കെ ഉണ്ടാവണമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അവിടെ ടോർച്ച് വെച്ചതിന്റെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പുറത്തെ സൈഡ് ഇപ്പോ റെഡി ആയിട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഭയങ്കര ഒന്ന് ചാവണ കണ്ടു. ഓക്കെ, അപ്പത്തി സന്തോഷായി. ഇനി ഈ സൈഡ് എന്താ ഞാൻ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. ക്രീപ്പർ ഇവിടെ പോയി ഇതിന്റെ ഉള്ളിൽ വീണോ? എന്തൊക്കെ ഉണ്ടാവണേ? വേവാ വേവാ വേം വന്ന് പൊട്ട്. ഓക്കെ, നമുക്ക് ഈ രണ്ടെണ്ണത്തിനും ഒന്നിച്ചണ്ട് കൊല്ലാം. 3 എണ്ണം 4 എണ്ണം ഒക്കെ ഉണ്ട്. എന്ത് ഇത്? ഓക്കെ, വേവാ വേവാ, രണ്ടും ഒന്നിച്ച് വാ. പൊട്ടിക്കോ.
ഇതുകൊണ്ടാണ് ഞാൻ ഹാർഡ് കോർ തുറക്കാത്തത്. ഓക്കെ. ഓ ഷിറ്റ്, സ്പൂണിൽ വന്ന് തേങ്ങ. അയ്യോ, ഇനിയിപ്പോ അപ്പൊ എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് എന്റെ ബേസ് വരെ ഒന്ന് എത്തട്ടെ. ഓക്കെ. ഞായറാഴ്ച മറ്റേ വള്ളത്തിൽ കടന്നുറങ്ങിയിട്ട് ബെഡ് പൊട്ടിക്കും ചെയ്ത് തേങ്ങ. ഞാൻ എന്തായാലും ഇനി പോയിട്ട് ആ ബേസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ. എന്തായാലും അവിടെ എത്തിയിട്ട് ഇനി ബാക്കി ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓടി ഓടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ് ഞാൻ ഈ സോമ്പിനെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഒന്ന് പോയിട്ട് തേങ്ങ പണ്ടാരണ. ഇതെന്താ, എനിക്ക് ഐ തിങ്ക് ഈ ടോർച്ച് വെച്ചതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയിട്ട് എങ്ങനെ ടോർച്ച് വെച്ച് നോക്കട്ടെ. ചിലപ്പോൾ അതിൻ്റെ ആവാന്ന് ഇഷ്യൂ ഉണ്ട്. നോക്കട്ടെ. അല്ല, ഇവിടെ പക്ഷേ ടോർച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ സംഭവം അങ്ങോട്ട് മനസ്സിലാവണില്ല. അതവിടെ വീണ്ടും ബ്രേക്ക് ആയാ. എന്താ ഇപ്പൊ സോംബി വരാത്തെ? അല്ല, സോംബി എന്ന് പറഞ്ഞ കാര്യം കൊണ്ടെന്താ വരാത്തെ? അമ്മ ചത്ത. ഐ തിങ്ക് ആ സോംബിക്ക് എന്തോ വീണ്ടും പറ്റണം. ഓക്കെ. അതിനിപ്പോ ഡീസ്പോൺ ആയേ. അപ്പൊ എന്തായാലും എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ. തേങ്ങ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് റെഡി ആക്കുക. അപ്പൊ എന്തായാലും എല്ലാവരും അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ. അപ്പൊ താറ്റ ബൈ ബൈ.